ദൈവപിതാവിന് ആരാധന. ദൈവപിതാവിന് ആരാധന. ദൈവപിതാവിന് ആരാധന. ദൈവപിതാവിന് ആരാധന. ദൈവപിതാവിന് ആരാധന. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കൊരു നിമിഷം. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എന്തു മൂല്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ എന്ത് മൂല്യം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് വില കൊടുത്താൽ പിന്നെ അവിടെ കണക്കില്ല. പ്രിയപ്പെട്ടവർക്ക് വില കൊടുത്താൽ പിന്നെ അവിടെ കണക്കില്ല. ഇതാണ് ധ്യാന വിഷയം. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മനസ്സിലൊന്ന് ധ്യാനിക്ക്. ദൈവമേ, നിനക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരക്കുകളുടെ നടുവിലാണ്. നിനക്ക് വേണ്ടി എൻ്റെ സൗകര്യങ്ങൾ നീ തന്നത് തന്നെയല്ല. നിനക്ക് വേണ്ടി എൻ്റെ അറിവ്. ഇത് കേൾക്കുമ്പോൾ യേശുവിന് അറിവ് വേണോ, യേശുവിന് സൗകര്യം വേണോ, യേശുവിന് സമ്പത്ത് വേണോ എന്നുള്ള അല്ല ചോദ്യം. യേശുവിനെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മക്കൾ എല്ലാവരും ചേർന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആരോഗ്യം, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമ്പത്ത്, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സൗകര്യം, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കഴിവുകൾ, ഇതെല്ലാം യേശുവിന് വേണ്ടി തന്നെ മാറ്റിവെക്കുന്നത്. അന്ത്യവിധിയിൽ നമ്മൾ കേൾക്കുന്നത് ഇതാ: എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ ഒന്ന് കണ്ടു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇത് നമ്മൾ കാണുന്നതെല്ലാം, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് കൊടുക്കുന്നതെല്ലാം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാട്ടോ സ്നേഹം. സമ്പത്തിനേക്കാൾ, പണത്തേക്കാൾ മൂല്യം സ്നേഹത്തിന് തന്നെയാണ്. അത് അർഹതപ്പെട്ടവർക്കൊക്കെ കൊടുക്കണം. അതിൽ പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയതയിൽ പിന്നോട്ട് പോവുക. എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ രാവിലെ മുതൽ നീ പ്രാർത്ഥിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഇത് ഫരിസേയരും സദുക്കായരൊക്കെ ചെയ്തു കൂട്ടുന്നത് പോലെ കാപട്യം നിറഞ്ഞ പ്രാർത്ഥന മാത്രമായിട്ട് പോകും. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ എനിക്ക് സ്നേഹത്തിൻ്റെ സുഗന്ധക്കുപ്പി പൊട്ടിക്കാൻ പറ്റണുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് ശുശ്രൂഷയുടെ, ബഹുമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നാദ്യൻ കുപ്പി പൊട്ടിക്കാൻ പറ്റണുണ്ടോ? എൻ്റെ കൂടെ കൂടിയതിനെ ഓർത്ത് എൻ്റെ ജീവിത പങ്കാളി സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കണം കേട്ടോ, ദൈവം അൾത്താരുടെ മുന്നിൽ നിന്ന് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കൊടുക്കാൻ സമ്മാനമായി തന്ന ദൈവീക കൃപയുടെ ഒരു സുഗന്ധക്കൂട്ടുണ്ട്. നീ ഇപ്പോഴും തുറന്നിട്ട് പോലുമില്ല. എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ കൂടിയതിനെ ഓർത്ത് സങ്കടപ്പെടുവാണെങ്കിൽ, എൻ്റെ സ്നേഹം കിട്ടാത്തതിനെ ഓർത്ത്, എൻ്റെ കരുതൽ, എൻ്റെ ശുശ്രൂഷ, എൻ്റെ നല്ല വാക്ക്, എൻ്റെ പ്രോത്സാഹനം, എൻ്റെ അംഗീകാരം, എൻ്റെ മനസ്സിലാക്കൽ, ഇത് ലഭിക്കാത്തതിനെ ഓർത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ കണ്ണ് നിറയുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ ധ്യാനിക്കൂ. വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച് ബലിപീഠം വിട്ടു പോകുമ്പോൾ നിനക്ക് കർത്താവ് നിന്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ വേണ്ടി തന്നൊരു സമ്മാനമുണ്ട്, ദൈവിക കൃപയുടെ ഒരു സുഗന്ധക്കൂട്ട്. ആ സുഗന്ധക്കൂട്ട് നീ ഇപ്പോഴും തുറന്നിട്ട് പോലുമില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കാനൊന്നും സമയമില്ല കേട്ടോ. നിന്റെ ജീവിത പങ്കാളിയും മരിച്ചു കഴിഞ്ഞിട്ട് മൃതദേഹത്തിൽ പൊട്ടിക്കാനായിട്ട് ഇത് കരുതുന്നതിൽ അർത്ഥമില്ല. ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, അപ്പനും അമ്മയും വാർദ്ധക്യത്തിലെത്തിയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പൊട്ടിക്കാൻ മക്കൾക്ക് ദൈവം തരുന്ന കൃപയുടെ ഒരു സുഗന്ധക്കൂട്ടുണ്ട്. ഇത് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് ഡെഡ് ബോഡിയിൽ ഇത് പൊട്ടിക്കാമെന്ന് കരുതണ്ട. മക്കൾക്ക് വേണ്ടി സ്നേഹത്തോടൊരു വാക്ക്, ഒരു ചേർത്ത് പിടിക്കല്, ഒരു പ്രോത്സാഹനം, അവരെ തെറ്റ് തിരുത്തി കൊടുക്കല്, അവരോട് ക്ഷമിക്കല്, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും നിങ്ങളുടെ സ്പർശനം കൊണ്ടും അവരെ സ്നേഹിക്കുന്നത്, അതിനുവേണ്ടി ഈ മക്കളെ തന്നപ്പോൾ ദൈവം തന്നൊരു സമ്മാന കുപ്പിയുണ്ട്.
ആ സുഗന്ധക്കൂട്ട് മക്കൾക്ക് വേണ്ടി പൊട്ടിക്കാതെ എപ്പോഴും അവരെ നിങ്ങൾ അകറ്റി നിർത്തുകയാണെങ്കിൽ, ഈ അപ്പനെ ഓർത്ത് ഈ അമ്മയെ ഓർത്ത് മക്കൾ വിലപിക്കുകയാണെങ്കിൽ നമ്മളൊന്നും ആത്മീയ മനുഷ്യരല്ല പ്രിയമുള്ളവരെ. ഒരച്ഛൻ, ഒരു കന്യാസ്ത്രീ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചപ്പോൾ, സന്യാസ സമർപ്പണം നടത്തിയപ്പോൾ ദൈവം സമ്മാനമായി തന്നൊരു സുഗന്ധക്കൂട്ടുണ്ട്. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി പൊട്ടിക്കാൻ തന്നതാ. അത് പൊട്ടിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതവും ആത്മീയ ജീവിതവും അല്ല. യൂദാസ് വിലയിട്ടത് ഗുരുവിനാ. നഷ്ടപ്പെടുത്തിയതിനൊക്കെ വിലയിടുന്നവര് വസ്തുവിന് മാത്രമല്ല വ്യക്തിക്കും വിലയിടും എന്നുള്ളതാണ് യൂദാസിന്റെ ജീവിതം പഠിപ്പിക്കുന്നത്. അന്ത്യം നാശകരവും. മറിയം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന പെണ്ണായി മാറി. ഞാനോ നിങ്ങളോ കണ്ടിട്ടില്ല, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചവളല്ല. എന്നിട്ടും അവൾ ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്നവളായി മാറിയെങ്കിൽ അവളുടെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം. വെറോനിക്ക അറിയപ്പെടുന്ന പെണ്ണായി മാറിയെങ്കിൽ അവളുടെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം. കുരിശിന്റെ വഴിയിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ടല്ലോ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ലല്ലോ. സൈറീൻകാരൻ ശമയോൻ ലോകം മുഴുവൻ അറിയപ്പെടുന്നവനായി മാറിയെങ്കിൽ അവന്റെ സ്നേഹം കൊണ്ട്. ചെമ്പുനുട്ട് ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച വിധവ ലോകം മുഴുവൻ അറിയപ്പെടുന്നവളായി മാറിയത് അവളുടെ സ്നേഹം കൊണ്ട്. യേശുവിന് വേണ്ടി എന്തു ചെയ്തു? യേശുവിന് എന്ത് കൊടുത്തു? പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്തു? അവർക്ക് എന്ത് കൊടുത്തു? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സമയം ഒരുപാട് കഴിഞ്ഞു പോയി എന്ന് തിരിച്ചറിയുക. ശേഷിക്കുന്ന നാളെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കുക. നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യനെ, നിന്റെ മക്കളെ, അപ്പനെ അമ്മേനെ ഒന്ന് ചേർത്ത് പിടിക്കുക. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഗാനമൊന്ന് കേൾക്കാം. ഒരു ശിമയോനായി ഞാൻ വരാം, നിന്റെ കുരിശു ചുമന്നിടാം. ധ്യാനിക്കണം കേട്ടോ. ഒരു ശിമയോനായി ഞാൻ വരാം, നിന്റെ കുരിശു ചുമന്നിടാം. ഒരു വെറോനിക്കയെപ്പോൾ ഞാൻ വരാം, നിന്റെ തിരുമുഖം തുടയ്ക്കുവാൻ. സക്കേവൂസെന്നപ്പോൾ നിൻ മുൻപിൽ എനിക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാം. കണ്ണീരിനാൽ പാദങ്ങൾ കഴുകിയിടാം ഞാൻ സർവ്വവും. മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവീകര് നവംബറിന്റെ ഒരു വലിയ ഓർമ്മയാണല്ലോ അവര്. മക്കൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി സുഗന്ധക്കൂട്ടുകൾ പൊട്ടിച്ചവരവര്. സ്വന്തം സുഖങ്ങൾ അറിയാതെ 10-12 മക്കളെ വളർത്തി എന്നൊക്കെ പറയുമ്പോൾ അതില് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരു നിമിഷത്തെ ശാരീരിക സുഖമൊന്നുമല്ല. 10-12 മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിലെ ക്ലേശമുണ്ടല്ലോ, ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഒരു തലമുറയ്ക്ക് വേണ്ടി അവര് കരുതി വെച്ച അവരുടെ വിലപ്പെട്ട സുഗന്ധ തൈലങ്ങളായിരുന്നു അതെല്ലാം. കത്തോലിക്ക സഭയ്ക്ക് അഭിമാനിക്കാവുന്നത് സ്വന്തം സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം മറന്ന് ദാരിദ്ര്യത്തിന്റെ നടുവില് 10-12 മക്കളെ വളർത്തി സഭയ്ക്ക് കൊടുത്ത അപ്പനമ്മമാര്. കേരളക്കാർക്ക് അഭിമാനിക്കാൻ കേട്ടോ. ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ അവിടെ എല്ലാം ഒരു മലയാളി അച്ഛനെയോ കന്യാസ്ത്രീയോ കണ്ടുമുട്ടാൻ പറ്റും. അതൊക്കെ നമ്മുടെ കാരണവന്മാര് സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത് സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി കൊടുത്ത സമ്മാനങ്ങളാ. മറിയത്തെ പോലെ അവരെ നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ,
നിങ്ങളും നിങ്ങളുടെ സമയവും നിങ്ങളുടെ അറിവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ജീവിത സൗകര്യങ്ങളും ഒക്കെ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കണം കേട്ടോ. ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി കൊടുക്കണം കേട്ടോ. ക്രിസ്തുവിന്റെ ജനത്തിന് വേണ്ടി കൊടുക്കണം. കർത്താവേ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ പരിമളമാകാൻ ഞങ്ങളെ സഹായിക്കുന്ന ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനുള്ള കൃപാവരം തരണേന്നും പ്രാർത്ഥിച്ചോ. നമ്മുടെ വീട്ടിൽ ആരും സ്നേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കാൻ ഇടവരരുത് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം അതായിരിക്കും. എൻ്റെ ഭാര്യ ഒരിക്കലും എന്നിന്ന് സ്നേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയരുത്. എൻ്റെ ഭർത്താവ് ഒരിക്കലും ബഹുമാനം കിട്ടിയില്ല, സ്നേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയരുത്. മക്കള് കരയരുത്. വാർദ്ധക്യത്തിൽ ശുശ്രൂഷ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അപ്പനും അമ്മയും കരയരുത്. കൂടപ്പിറപ്പ് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് അവരും കരയരുത്. നിന്റെ വീട്ടില് അംഗീകാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും തലങ്ങൾ നിഷേധിക്കപ്പെട്ടതിൻ്റെ കണ്ണുനീര് വീഴരുത്. ചെയ്തതിന് കണക്കും പറയരുത്. യൂദാസാകാനല്ല നിന്റെ വിളി, നാർദിൻ സുഗന്ധക്കൂട്ട് പൊട്ടിച്ച് മറിയമാകാനുള്ള വിളിയ. ഈ ഒരു നിയോഗം സമർപ്പിച്ച് നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സരസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധനെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.